അപ്പോൾ നമുക്ക് സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ഷാഫി എന്ന് പറയുന്ന ചേട്ടൻ ഫാമിലി, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കമൻറ്റ് ചെയ്തപ്പം പറഞ്ഞു, വീട്ടുകാർ എല്ലാവരും അന്വേഷണമൊക്കെ പറഞ്ഞു. അപ്പം ഇതിലെല്ലാവർക്കും എന്നെക്കുറിച്ച് അറിയാൻ എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഷാഫി പറഞ്ഞു. അപ്പം സന്തോഷം. നമുക്ക് അങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു നല്ല രീതിയിലുള്ള ഒരു ജീവിതത്തിൽ നമുക്ക് എല്ലാവരും ആവശ്യമാണ്. നമ്മളോട് നന്നായിട്ട് പെരുമാറുന്നെങ്കിൽ തിരിച്ചും നമ്മൾ നന്നായിട്ട് പെരുമാറുക. പിന്നെ ഇവിടെ ഇപ്പം എല്ലായിടവും മുല്ലപ്പൂവിൻ്റെ സീസണാണെന്ന് ഞാൻ കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ ഉണ്ട് നന്നായിട്ട്, അതായത് മുല്ലപ്പൂ വീട്ടിലുണ്ട്, ഉയരത്തിലാണ് നിൽക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ പറിച്ചെടുക്കാം എന്ന ചിന്തയുമായി വിഷമിക്കുന്ന കാര്യം. കാരണം ചിലപ്പം താഴെയൊക്കെ നമുക്ക് 5-6 മുട്ടൊക്കെ കിട്ടുകയുള്ളൂ, അത്യാവശ്യത്തിനും എല്ലാം മുകളിലാകും. അപ്പം ഞാൻ കുഞ്ഞിലെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീടിനടുത്ത് ഒരു വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഉമ്മായ മറ്റേ ഒരു മരം ഉണ്ടല്ലോ, പെരുമരം എന്ന് കേട്ടിട്ടുണ്ടോ, ഈ തീപ്പട്ടിയുടെ ഇതെടുക്കുന്ന പെരുമരം. അപ്പോൾ അതിൻ്റെ ഇല വന്നിരിക്കുന്ന ആ തണ്ടുണ്ടല്ലോ, അതിന് നല്ല നീളമുള്ളതല്ലേ. അപ്പം ആദ്യമൊക്കെ, അതായത് ഒരു തൈ കിളിർത്ത് വരുന്ന ഒരു ടൈമിൽ അതിൽ ഈ ഇല ഉണ്ടാകുന്ന കമ്പ്, ആ കമ്പിന് നല്ല നീളമായിരിക്കും. അപ്പം അത്തരത്തിലുള്ള പെരുമരം ആ വീട്ടിലുണ്ട്. അപ്പോൾ ആ ഉമ്മ അതിൻ്റെ ആ ഇലയുടെ ആ കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ തുമ്പത്ത് ചെറിയൊരു കമ്പ് കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ തായ്പ് പോലെ കെട്ടും. തായ്പ് കെട്ടും. അത് അവിടെ വെച്ചിരിക്കും, നല്ല സ്ട്രോങ് ആയിരിക്കും അത്. അപ്പോൾ ഈ പൂ പറിക്കാൻ ചെല്ലുമ്പോൾ, മുട്ട് പറിക്കാൻ ചെല്ലുമ്പോൾ അത് നമുക്ക് തരും. അപ്പോൾ നമ്മളതിനെ പതുക്കെ സൂക്ഷ്മമായിട്ട് അതിനെ നമ്മളിങ്ങനെ അതിൽ നമുക്ക് മുട്ട് പറിച്ചെടുക്കാം. അപ്പം ഇവിടെ പെരുമരമൊന്നുമില്ല. അപ്പം ഈ കൊന്നപ്പത്തലുണ്ടല്ലോ, റോഡ് സൈഡിൽ നിൽക്കുന്ന പൂവൊക്കെ ഉണ്ടാകുന്ന ഈ സമയത്ത് അതിൻ്റെ പൂവൊക്കെ ഉണ്ടായത് കായ്കൾ ആയിട്ടുണ്ട്. എനിക്ക് മുകളിൽ നിന്ന് കാണാം. വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക, പത്തലാണത്. ഞങ്ങളുടെ ഭാഷയാണിത് കേട്ടോ. ഇതിൻ്റെ അപ്പുറം എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന കമ്പില്ലേ, അപ്പോൾ അതാണ്. അപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിലെ അമ്മയോട് ചോദിച്ചു. ഞാനിങ്ങനെ ഇവിടുന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടുപിടിച്ച് നല്ല സ്ട്രെയിറ്റായിട്ട്, വളമൊന്നും ഇല്ലാതെ നല്ല സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്ന, അധികം വണ്ണമില്ലാത്ത കമ്പ് നോക്കി വയ്ക്കും ഞാനും അവരോട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ അവിടുത്തെ അമ്മയോട് ചോദിച്ചു, എത്ര വേണമെങ്കിലും എടുത്തു എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് വന്ന് അതൊടിഞ്ഞിട്ടാണ് അവളന്ന് വീണത്. അപ്പോൾ അതിനുശേഷം കുഞ്ഞിന് ആ കമ്പേ വേണ്ട. അപ്പോൾ അതിൽ ഞാൻ തായ്പ് കെട്ടിയിട്ട് ആണ്, ചെറിയ കഷ്ണം കമ്പ് ഉപയോഗിച്ചാണ് തായ്പ് കെട്ടുന്നത്. അപ്പം അത് കെട്ടിയിട്ടാണ് ഞാൻ മുകളിലുള്ള ഓരോ മുട്ടും സൂക്ഷ്മമായിട്ട് പറിച്ചെടുക്കുന്നത്. അപ്പോൾ എന്താണ്, മുല്ലയ്ക്ക് കേടുപാടുകളൊന്നും സംഭവിക്കില്ല. ഷാഫി ചേട്ടൻ പറഞ്ഞതുപോലെ ആ വള്ളിയെല്ലാം പറിച്ചെടുത്ത് കളഞ്ഞോ, ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്കത് വേണ്ടതല്ലേ. ചിലരൊക്കെ ഉണ്ട് കാട് കയറി വലിച്ചു വാരി മുല്ല തന്നെ അങ്ങ് തലയും കുത്തി കിടക്കുന്നത് പോലെ ആവും ഈ ഒരു പൂവിൻ്റെ സമയം കഴിയുമ്പോൾ. പിന്നെ അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പം ഞാൻ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണ്. അതിനെ വലിയ നോവിക്കാതെ അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം ഇന്നലെ ഏതായാലും എൻ്റെ കുഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ ചിലപ്പം താഴോട്ടൊക്കെ വീഴുമല്ലോ, ആ സമയത്തൊക്കെ അവൾ പോയി അതെല്ലാം പെറുക്കിക്കൊണ്ട് വന്ന് സിറ്റ് ഔട്ടിൽ പടിയിൽ കൊണ്ട് വയ്ക്കും. അങ്ങനെ ആയിരുന്നു ഇന്നലത്തെ പൂ പറിക്കൽ. അപ്പോൾ അങ്ങനെ മുകളിൽ നിൽക്കുന്നുണ്ട് എങ്ങനെ എടുക്കുമെന്നുള്ളവർക്കാണെങ്കിൽ ക്ഷമ വേണം. കുറച്ച് ക്ഷമയുണ്ടെങ്കിലേ നടക്കുള്ളൂ. ശ്രദ്ധിക്കണം, അത്രയും ചെറിയ മുട്ടല്ലേ. അപ്പോൾ അതിൻ്റെ കൊളുത്തങ്ങനെ കൊളുത്ത് പോലെ ഇങ്ങനെ വീഴണമെങ്കിൽ സൂക്ഷ്മമായിട്ട് നമ്മളത് ശ്രദ്ധിക്കണം. അല്ലാതെ അങ്ങ് വലിച്ചു കുറച്ചെടുത്തു കഴിഞ്ഞാൽ അത് വരത്തില്ല, എല്ലാം കൂടെ ഉരുണ്ട് താഴോട്ട് വരും. ആ ഇലയും പൂവും ചെറിയ മുട്ടുകളും എല്ലാം മോശമായിപ്പോൾ. അപ്പം ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ പോലല്ലോ മുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ നോക്കിയൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ മുകളിലുള്ള മുട്ടുകളൊക്കെ പറിച്ചെടുക്കുന്നത്. താഴെ വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ചുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞപ്പം കുറച്ച് എംസാൻ്റെയൊക്കെ ബാക്കി വന്നു. അപ്പം ഈ മുല്ലയുടെ താഴെയാണത് കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതേ കൂടെ ഒക്കെ കയറിയൊക്കെയാണ് അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നുകൊണ്ടൊക്കെയാണ് ഈ പൂവെടുക്കുന്നത്. എന്തായാലും എനിക്ക് നമ്മളെങ്ങും പോകാനില്ലെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ പോകാനുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ടും പിന്നെ മുടിയൊക്കെ കളഞ്ഞ് മുടി കിളിർത്ത് വരുന്നേ ഉള്ളൂ കുഞ്ഞിന്. അപ്പം ഞാൻ ബോ വെച്ചിട്ട് അതേലും കൂടെ ചേർത്ത് പൂവൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതലുണ്ടായിരുന്നു, ബാക്കി ഞാൻ വെച്ചിട്ടൊക്കെയാണ് പോയത്. തിരിച്ചു വന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അവളത് ഇങ്ങനെ കയ്യിലെടുത്ത് പൂവെല്ലാം വലിച്ചു വാരി അവിടെ ഹാളിലെല്ലാം ആക്കിയിട്ടുണ്ട്.
അതിനെയും തൂത്ത് കളയണം. പക്ഷേ ഞാൻ ഓർത്ത് ഇത്തിരി കഴിയട്ടെ, ആ ഒരു പൂവിൻ്റെ മണം ഹാളിൽ നിൽക്കട്ടെ, ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം അത് തൂത്ത് കളഞ്ഞാൽ മതി എന്ന് വിചാരിച്ച് അവിടെ തന്നെ കിടപ്പുണ്ടത്. അതിന് ഞാൻ വൈകുന്നേരം തൂത്ത് കളയണം. അപ്പോൾ അതാണ് അവളുടെ പൂവിൻ്റെ ഉപയോഗം. ഞാനതൊക്കെ വെച്ച് പിന്നെയും ആ ഒരു സ്മെല്ല് നമുക്ക് നിൽക്കട്ടെ എന്ന് കരുതി ഞാൻ മുടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇച്ചിരി കഴിയുമ്പം വീണ്ടും ഈ ഇന്നത്തെ മുട്ട് പറിക്കാനായിട്ട് ഇറങ്ങണം. അപ്പം അതാണ് പൂവ് എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കൊരുപാട് ഇഷ്ടമാണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കൂടുതലും ആ മുട്ട് കെട്ടുക എന്നുള്ളത്. അതും എന്താ ഈ നമ്മൾ കടയിൽ കെട്ടത്തില്ല, ഇങ്ങനെ കുരുക്കിട്ട്, അത് ഞാൻ ഏതായാലും പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കെട്ടുന്നത് എനിക്കിഷ്ടമാണ്. അപ്പം ഇവൾ വരും പറിച്ചിങ്ങോട്ട് എടുക്കും കൈ കൊണ്ട്. ഞാൻ പറയും ഇല്ല മോനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് തരാൻ പറയും. ആദ്യമൊക്കെ ഓരോന്നൊക്കെ തരും, പിന്നെ ഉള്ള സ്വഭാവം മാറുമ്പോൾ ഞാനത് മാറ്റി വയ്ക്കും. അങ്ങനെ ഞങ്ങളുടെ മുല്ലപ്പൂവുമായിട്ടുള്ള ജീവിതം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ കാണുമായിരിക്കും. ഇവിടുത്തെ മുല്ല മിക്കവാറും അത്യാവശ്യം പൂവൊക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ മുല്ലപ്പൂവിൻ്റെ കഥ. അപ്പം നിങ്ങളും വീട്ടിലുണ്ടെങ്കിൽ പറിച്ചെടുക്കുക. അടുത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പൂ വയ്ക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ട് അവിടെ നിന്ന് എടുക്കാം. അത്യാവശ്യം മുറിയിലൊക്കെ കൊണ്ട് വയ്ക്കുക, നല്ല ഗന്ധമാണ്. അപ്പം ആ ഒരു സീസൺ നമ്മൾ അതും എൻജോയ് ചെയ്യണമല്ലോ. അപ്പോൾ ഓരോന്നിനൊരു സീസണുണ്ട്. അപ്പോൾ ആ സീസൺ എൻജോയ് ചെയ്യുക. കുട്ടികൾക്കൊക്കെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ തലയിലൊക്കെ വെച്ച് കൊടുക്കുക. അവർ കുറച്ച് നേരമൊക്കെ അതൊക്കെ വെച്ചുകൊണ്ട് നടക്കട്ടെ, അവർ സന്തോഷമായിട്ടിരിക്കട്ടെ. ഓക്കെ.